ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച സമാന്തര റോഡിൽ ഭാരവാഹനങ്ങൾ നിരോധിച്ച തൃക്കൂർ പഞ്ചായത്ത് ടോൾ കമ്പനിയെ സഹായിക്കാനാണെന്ന് ആക്ഷേപം. 3 ആഴ്ച മുൻപ് ഗതാഗതത്തിന് തുറന്നുകൊടുത്ത പുലക്കാട്ടുകര മഠം ടോൾ സമാന്തര റോഡിൽ 10 ടണ്ണിൽ കൂടുതലുള്ള ഭാരവാഹനങ്ങൾ പ്രവേശിക്കുന്നത് വിലക്കി തൃക്കൂർ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുക്കുകയും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഇതിലൊന്ന് നശിപ്പിച്ചതായി കാണിച്ച് പഞ്ചായത്ത് പോലീസിൽ പരാതിയും നൽകിയിരുന്നു. കോടികൾ മുടക്കി പുലക്കാട്ടുകര പാലം നിർമ്മിച്ചപ്പോഴും ലക്ഷങ്ങൾ മുടക്കി പാലം കടന്നുള്ള റോഡ് നിർമ്മിച്ചപ്പോഴും ഉയരാതിരുന്ന പരാതിയാണ് പഞ്ചായത്ത് ഇപ്പോൾ ഉന്നയിക്കുന്നത്. സ്വകാര്യ വ്യക്തികളുടെ ഭൂമി ഏറ്റെടുത്തും വഴിയോരത്തെ പോസ്റ്റുകൾ നീക്കി വീതി കൂട്ടിയും നവീകരിച്ച റോഡ് ഭാരവാഹനങ്ങൾ കടന്നുപോയാൽ തകരുമെന്നാണ് പഞ്ചായത്ത് പറയുന്നത്. നെന്മണിക്കര തൃക്കൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മിച്ചപ്പോൾ ടോൾ ഒഴിവാക്കി വാഹനങ്ങൾക്ക് പോകാനുള്ള സമാന്തര പാതയാണ് ഇതെന്നാണ് പറഞ്ഞിരുന്നത്. തൃക്കൂർ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന റോഡ് നവീകരിക്കാൻ വർഷങ്ങളെടുത്തു. 3 ആഴ്ച മുൻപാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. റോഡ് നവീകരിച്ചപ്പോൾ എല്ലാത്തരം വാഹനങ്ങളും ഇതിലൂടെ പോയി തുടങ്ങിയപ്പോഴാണ് റോഡിന്റെ ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ചിന്ത പഞ്ചായത്തിനുണ്ടായത്. 3 ഘട്ടങ്ങളിലായി വലിയ സാമ്പത്തിക ചെലവിലാണ് റോഡ് പണി പൂർത്തിയാക്കിയത്. റോഡ് പണിയുടെയും അറ്റകുറ്റപ്പണിയുടെയും ചുമതല പഞ്ചായത്തിനാണ്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് നവീകരണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഇനിയൊരു നവീകരണത്തിന് ഫണ്ട് അനുവദിച്ചു കിട്ടാനും വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് പഞ്ചായത്ത് പറയുന്നത്. തൃക്കൂർ പഞ്ചായത്തിന്റെ പരാതിയിന്മേൽ RTO എൻഫോഴ്സ്മെന്റ് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. പണിയുടെ ഗുണനിലവാരം ഉറപ്പാക്കാതെ റോഡിന് തകർച്ചാ ഭീഷണിയുണ്ടെന്ന് പഞ്ചായത്ത് സെക്രട്ടറി സമർപ്പിച്ച പരാതിയിൽ പറയുന്നു. റോഡ് പണി കഴിഞ്ഞ് വാഹനങ്ങൾ പോയി തുടങ്ങിയപ്പോഴുള്ള പഞ്ചായത്തിന്റെ നടപടികൾ ടോൾ കമ്പനിയെ സഹായിക്കാനാണെന്നാണ് ആക്ഷേപം. TCV പുതുക്കാട്.